കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഏവരും നമുക്ക് സാധിക്കുമ്പോഴൊക്കെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാറുണ്ടല്ലോ. ഗുരുവായൂരപ്പനെ കാണണം എന്ന് നമ്മൾ നിരീച്ചാലും ഭഗവാൻ വിളിച്ചാൽ മാത്രമേ നമുക്ക് അമ്പലത്തിലോട്ട് ചെല്ലാൻ സാധിക്കത്തുള്ളൂ. ഈ വസ്തുത നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പ്രകാരമുള്ള ഭൂലോക വൈകുണ്ഠമായ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ പോവാനായിട്ട് നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ നാലമ്പലത്തിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാം ഏവരും 3-4 മണിക്കൂർ ക്യൂ ഒക്കെ നിന്നിട്ടാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്രകാരം അമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം നാലമ്പലത്തിനകത്തേക്ക് നാം കടക്കുമ്പോൾ ഉടനെ തന്നെ ഇടതുവശത്തായിട്ട് നോക്കുക. അവിടെ ഒരു ശിലാഫലകം എഴുതി വച്ചിട്ടുണ്ട്. ശ്രീ വേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് മഹത്തായ രചനയായ നാരായണീയം ആ ഭാഗത്ത് ഇരുന്നാണ് എഴുതി പൂർത്തിയാക്കിയത്. ആ സ്ഥലത്ത് ഒരു നിലവിളക്കും കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു നിമിഷം അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പ്രകാരം നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് അവിടെ ഇരുന്നിട്ട് നാരായണീയം രചിക്കുമ്പോൾ നരസിംഹാവതാരം എഴുതേണ്ടുന്ന സമയമായി. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ അനിയനാണ്. പുള്ളിക്ക് നരസിംഹാവതാരത്തിൻ്റെ രൂപം ഇങ്ങനെ മനസ്സിൽ തെളിയുന്നില്ല. ഭട്ടതിരിപ്പാട് ആകെ വിഷമത്തിലായി. അന്നേരം അനിയനാണെങ്കിൽ ഉറക്കം പിടിക്കാനും തുടങ്ങി. അപ്പോഴാണ് ഭഗവാൻ അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ വലതുവശത്തായിട്ട്, അതായത് നമ്മൾ ശ്രീലകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്താണല്ലോ നാരായണ ഭട്ടതിരിപ്പാട് ഇരുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. ആ ഭാഗത്തിൻ്റെ നേരെ എതിർവശം, അതായത് വലതുവശത്തായിട്ട് ഒരു തൂണുണ്ട്. ആ തൂണിൽ നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഭട്ടതിരിപ്പാടിന് നരസിംഹാവതാര രൂപം എങ്ങനെ ഉണ്ടാവുമെന്ന് കാട്ടിക്കൊടുക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഉടനെ തന്നെ ഭട്ടതിരിപ്പാട് നരസിംഹമൂർത്തിയുടെ അവതാരത്തിനെ വർണ്ണിച്ചിട്ടുള്ള ആ അധ്യായം എഴുതി തുടങ്ങി. പ്രകാരമാണ് നാരായണീയത്തിലെ നരസിംഹാവതാര ദശകം ഉണ്ടായത്. ഭട്ടതിരിപ്പാടിന് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ പ്രത്യക്ഷനായിരുന്നല്ലോ. ആയതിനാൽ നാം ശ്രീലകവാതിൽ കടക്കുമ്പോൾ ഇടതുവശത്ത് ഒന്ന് തൊഴുക, വലതുവശത്തെ തൂണിലും ഒന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നേരെ നോക്കുമ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാവുന്നതാണ്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ ഏത് രൂപമാണോ അവിടെ കാണുന്നത് ആ രൂപത്തെ നാം കണ്ണു തുറന്ന് നല്ല ശ്രദ്ധിച്ച് നോക്കുക. നോക്കിയതിന് ശേഷം മനസ്സിൽ അങ്ങോട്ട് പതിപ്പിക്കുക. നമുക്ക് വീട്ടിൽ വന്നാലും ആ രൂപം ഇങ്ങനെ മനസ്സിലുണ്ടാവണം. അതിനായിട്ട് നമുക്ക് കിട്ടുന്ന സെക്കൻഡുകളാണെങ്കിൽ പോലും ഭഗവാനെ കണ്ണു തുറന്ന് നല്ല രീതിയിലൊന്ന് നോക്കുക. നോക്കി മനസ്സിൽ ഭഗവാന്റെ ആ രൂപം അങ്ങോട്ട് പതിപ്പിക്കുക. നല്ല തിരക്കുള്ള ദിവസങ്ങളായിരിക്കും എപ്പോഴും. ഇതിനാൽ നമുക്ക് ഒരുപാട് സമയമൊന്നും നിന്ന് തൊഴാനായിട്ട് ഉണ്ടാവില്ല. എന്നാലും കിട്ടുന്ന സെക്കൻഡുകൾ നമ്മൾ ചിലപ്പോൾ മിനിറ്റുകൾ ലഭിക്കാം. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ആ സമയത്ത് നമ്മൾ ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് കാണുക. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഭക്തരോടൊപ്പമാണ് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ. അപ്രകാരം ഗുരുവായൂരപ്പ ഭഗവാന്റെ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ ഇടതുവശത്തോട്ടാണ് പോകുന്നത്. ഇടതുവശത്തോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ബലിക്കല്ല് കാണാം. അഗ്നിദേവനെയാണ് ആ ബലിക്കല്ല് സങ്കല്പിക്കുന്നത്. ആ അഗ്നിദേവനാകുന്ന ബലിക്കല്ലിൽ എല്ലാ പൂജയിലും ബലി തൂവാറുണ്ട്. ആ ഇടതു സൈഡിലാണ് തിടപ്പള്ളി. ഭഗവാനുള്ള സകല നൈവേദ്യ സാധനങ്ങളും ചെയ്യുന്നത് അവിടെയാണ്. വളരെയധികം വലിപ്പമുള്ള ചരക്കുകളാണ് അവിടെ ഉള്ളത്. അവ വാങ്ങി വെക്കാനായിട്ട് 2 പേരോ മറ്റേ ഉണ്ടാവുള്ളൂ. ഒരു കൈ പിടിക്കുന്നത് ഗുരുവായൂരപ്പ ഭഗവാനാണ്, ഹനുമാൻ സ്വാമിയാണ് എന്ന് പറയപ്പെടുന്നു. ഭഗവാന്റെ സാന്നിധ്യം ആ തിടപ്പള്ളിയിൽ ഉണ്ട് എന്നാണ് സങ്കല്പം. അതിനാൽ അവിടെയും ഒന്ന് തൊഴുതു പോവുക.
അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വല്പം നടക്കുമ്പോൾ സപ്ത മാതൃക്കളുടെ ബലിക്കല്ല് കാണാം. അവിടെയും ബലി തൂവാറുണ്ട്. ആ ബലിക്കല്ലുകളുടെ ഇടതുവശത്തായിട്ട് ഒരു കരിങ്കല്ല് ചുമരാണ്. ആ ചുമരിനകത്ത് ഗുരുവായൂർ അമ്പലത്തിലെ ഒരു രഹസ്യം അറിയേണ്ട, ആ അറയിൽ സെമന്തകമണി വെച്ചിട്ടുണ്ട് എന്നാണ് സങ്കല്പം. അതിനാലാവണം ഗുരുവായൂർ അമ്പലത്തിൽ ഇത്രയും അധികം അഭിവൃദ്ധിയുള്ളത്. ആയതിനാൽ അവിടെ തൊഴുന്ന നമ്മളെ പോലുള്ള ഭക്തജനങ്ങൾക്കും ആ അഭിവൃദ്ധി ഉണ്ടാകും. ആയതിനാൽ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക അവിടെയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗണപതി ഭഗവാനെ കാണാം. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം സരസ്വതി മണ്ഡപത്തിൽ തൊഴാം. ഗണപതി ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ നേരെ എതിരെയാണ് സരസ്വതി മണ്ഡപം. പണ്ടുകാലത്ത് നവരാത്രി പൂജയ്ക്ക് പുസ്തകങ്ങളൊക്കെ വയ്ക്കുക അവിടെയാണ്. ഇപ്പോൾ ഒരുപാട് തിരക്കായത് കാരണം ആ ചടങ്ങുകളൊക്കെ കൂത്തമ്പലത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ സരസ്വതി മണ്ഡപത്തിൽ ഒരു വിളക്ക് വച്ചിട്ടുണ്ട്. നാം സരസ്വതി ദേവിയെ സങ്കല്പിച്ച് അവിടെയും തൊഴേണ്ടതാണ്. ഗണപതി ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് മേൽശാന്തി ഇരിപ്പുണ്ട്. അർച്ചന ചീട്ടാക്കിയതിൻ്റെ പ്രസാദം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഭഗവാനെ, നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനെ തൊട്ട് പൂജിക്കുന്ന നമ്മുടെ മേൽശാന്തിയെ നമുക്കൊന്ന് വന്ദിക്കാം. അത്രമേൽ അനുഗ്രഹീതനാണ് ഗുരുവായൂരമ്പലത്തിലെ മേൽശാന്തി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടതുവശത്തായിട്ട് അന്തശയനം കുത്തിവെച്ചിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമിയെ നമുക്കവിടെ ദർശിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അവിടെയുള്ള തൂണുകളിൽ ഹനുമാൻ സ്വാമിയുണ്ട്, ശ്രീകൃഷ്ണസ്വാമിയുണ്ട്, കുറൂരമ്മയുണ്ട്. എല്ലാവരെയും നമുക്കൊന്ന് വന്ദിക്കാം. നമുക്കിനി താമരക്കണ്ണനെ കൂടെ തൊഴാം. അതായത് മേൽശാന്തി ഇരിക്കുന്നതിൻ്റെ നേരെ എതിരെയായിട്ടാണ് ഇപ്പോൾ താമരക്കണ്ണനെ വരച്ചിരിക്കുന്നത്. ഭഗവാനെ ഒന്ന് ദർശിച്ച് നാം നമ്മുടെ ആഗ്രഹങ്ങൾ പറയാവുന്നതാണ്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ എല്ലാം കേൾക്കുന്നു. ഭഗവാൻ എല്ലാത്തിനും നിവർത്തി തരുന്നതാണ്. ശകലം കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് നൃത്താറ ഉണ്ട്. നൃത്തം അറ എന്ന് പറഞ്ഞാൽ പണ്ടൊരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂരപ്പനെ ദർശിക്കാനായിട്ട് വന്നപ്പോൾ അമ്പലത്തിനകത്ത് ഭഗവാനെ കണ്ടില്ല. ശ്രീകോവിലിനകത്ത് ഭഗവാനെ കണ്ടില്ല അത്രേ. അന്നേരം വില്ലുമംഗലം സ്വാമിയാർ ഈ അറയിലോട്ട് നോക്കുമ്പോൾ ഭഗവാൻ അവിടെ നൃത്തം ചെയ്യുകയാണെന്ന് കണ്ടു. അപ്രകാരം ഭഗവാനെ പ്രത്യക്ഷത്തിൽ കണ്ട സ്ഥലമാണ് ആ നൃത്താറ. അവിടെ നമുക്കൊന്ന് തൊഴാം. അതിനടുത്തായിട്ടാണ് മുളയറ കാണുന്നത്. മുളയറയിലാണ് ഉത്സവകാലത്ത് നവധാന്യങ്ങളൊക്കെ മുളപ്പിച്ചെടുക്കുന്നത്. അവിടെയും നമുക്കൊന്ന് തൊഴാം. മുത്തമറയും മുളയറയും മണിക്കിണറിനടുത്തായിട്ടാണ്. ഗുരുവായൂരമ്പലത്തിലെ ആ മണിക്കിണറിൽ നിന്നാണ് ഭഗവാന് ആവശ്യത്തിനുള്ള ജലം എടുക്കുന്നത്. അഭിഷേകത്തിനുള്ളതും നൈവേദ്യത്തിനുള്ളതും ഒക്കെ ജലം എടുക്കുന്നത് ഈ മണിക്കിണറിൽ നിന്നാണ്. വളരെയധികം പ്രാധാന്യമുള്ളതാണ് മണിക്കിണർ. ഈ മണിക്കിണറിനകത്ത് നിരവധി സാളഗ്രാമങ്ങളുണ്ടെന്ന് പറയുന്നു. കൂടാതെ ഈ മണിക്കിണറിലെ ജലം വെച്ചിട്ട് ഭക്തജനങ്ങൾ തുലാഭാരവും ചെയ്യാറുണ്ട്. അത്രമാത്രം പുണ്യതീർത്ഥമായിട്ടാണ് മണിക്കിണറിലെ ജലത്തെ സങ്കല്പിക്കുന്നത്. അടുത്ത തവണ നമ്മൾ ഗുരുവായൂരിൽ പോകുമ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ ഓർക്കുക. അവിടെയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത തവണ വരുമ്പോൾ ഇതുവരെ ഈ സ്ഥലങ്ങളൊന്നും ദർശിച്ചിട്ടില്ലാത്തവർക്ക് എല്ലാ സ്ഥലങ്ങളും ഓർമ്മിച്ച് ദർശിക്കാനുള്ള സൗഭാഗ്യം ഗുരുവായൂരപ്പ ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.